ധർമ്മസ്ഥലയിൽ തെളിവുകൾ കണ്ടെത്താനുള്ള SIT സംഘത്തിന്റെ ഇന്നത്തെ പരിശോധനയിലും തെളിവുകൾ കണ്ടെത്തിയില്ല. 11-12 പോയിന്റുകളിലായിരുന്നു ഇന്നത്തെ പരിശോധന. ഇതുവരെ 13 പോയിന്റുകൾ പരിശോധിച്ചതിൽ 2 നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. ചോദ്യങ്ങൾ ബാക്കി. കണ്ടെത്തിയ തെളിവുകൾ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ ശരിവയ്ക്കുന്നതോ? 11 മണ്ണ് നീക്കി പരിശോധിച്ചിട്ടും കാര്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഇപ്പോഴും ഉത്തരമാകാത്ത ദുരൂഹതയാണ് ധർമ്മസ്ഥലയിൽ. നേത്രാവതി പുഴയോട് ചേർന്നുള്ള 6ാമത്തെ പോയിന്റിലും അപ്രതീക്ഷിതമായി സാക്ഷി കാണിച്ചു നൽകിയ നേരത്തെ അടയാളപ്പെടുത്തിയ പോയിന്റിന് പുറമേയുള്ള പുതിയ സ്പോട്ടിൽ നിന്നും മാത്രമാണ് ആകെ തെളിവുകൾ കണ്ടെത്തിയത്. ഇതുവരെ പരിശോധിച്ച 13-ൽ 11 നിന്നും കാര്യമായ ഒരു തെളിവും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. നിലവിൽ ലഭിച്ച അസ്ഥികളുടെ ഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയിലാണ്. കാലപ്പഴക്കവും ലിംഗവും മരണകാരണവും ഉൾപ്പെടെ ഈ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇന്നലെ അപ്രതീക്ഷിതമായ പോയിന്റിൽ നിന്ന് ലഭിച്ച തലയോട്ടിയും അസ്ഥിഭാഗങ്ങളും വലിയ കാലപ്പഴക്കമില്ലാത്തതാണെന്നും പറയപ്പെടുന്നു. അങ്ങനെ വന്നാൽ സാക്ഷി കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ മൃതദേഹ ഭാഗമല്ല ഇന്നലെ ലഭിച്ചത് എന്ന് അനുമാനിക്കേണ്ടി വരും. നാളെ അടയാളപ്പെടുത്തിയതിൽ അവസാനത്തെ പോയിന്റിലാണ് പരിശോധന നടക്കേണ്ടത്. കാര്യമായ തെളിവുകൾ അവിടെ നിന്നും ലഭിച്ചില്ലെങ്കിൽ ചോദ്യമായി തന്നെ അവശേഷിക്കും. പിന്നീട് ഫോറൻസിക് പരിശോധനാഫലം വരുന്നതുവരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. റിപ്പോർട്ടർ, ധർമ്മസ്ഥല.